ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പച്ചമാങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ നാടൻ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ പാലക്കാട് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നീളം മാങ്ങ ടൈപ്പാണ്, ചെറുതാണ് കേട്ടോ. അല്ലാതെ നമ്മുടെ നോർമൽ കിളിച്ചുണ്ടൻ മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് ഒരു മാങ്ങ അത് മതിയാവും. ഓവർ പുളിയുള്ള മാങ്ങ എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം പുളിയുള്ള മാങ്ങ ആ ഒരു രീതിയിൽ കേട്ടോ. നല്ല പുളിയായി കഴിഞ്ഞാൽ മാങ്ങയുടെ അളവ് കുറച്ചോളൂ, ഒരുപാട് മാങ്ങ എടുക്കണ്ട. ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിനകത്തേക്ക് ഒരു 1.5 പിടിയോളം തേങ്ങ, ചെറുകിയ തേങ്ങയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിവ് വേണ്ടുന്നവർക്ക് ഒരു 3 ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഇതാ നമ്മുടെ മാങ്ങ ഒരു മീഡിയം ടൈപ്പ് ഒരു മാങ്ങയാണ്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് പീസാക്കി കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ചെറിയ മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് ഒരു മാങ്ങ എടുക്കാം. ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല, ഇത് കുറച്ച് വലിപ്പമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തം എടുക്കുന്നില്ല. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പച്ചമാങ്ങ റെസിപ്പീസ് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പല ടൈപ്പുള്ള റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ വലുപ്പമുള്ള പീസാക്കി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. ഇനി ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 പച്ചമുളക്, ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല എരിവ് വേണം എന്നുള്ളവർക്ക് ഒരു 3 ഒക്കെ ചേർത്ത് കൊടുക്കാം. കാന്താരി മുളകാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് തന്നെ ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി ടേസ്റ്റും കൂടുതലാണ്, അതിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെ വരും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തു. ഇനി നമ്മളിത് അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ മാങ്ങ ചേർക്കുന്നില്ല. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് കൊണ്ടുവന്നാൽ മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ അളവ് ഒരുപാട് കൂടരുത്, കൈപ്രസം വരും. ഒരു 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ, കുറച്ചേ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ ഒന്ന് കറക്കി എടുത്ത് കൊണ്ടുവരികയാണ്. അതിനുശേഷം മാത്രം നമ്മൾ മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ അങ്ങ് ഒരുപാട് അരഞ്ഞു പോവുകയും ചെയ്യും, തേങ്ങ അധികം അരയുകയില്ല. അപ്പം ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ ഇതാ ഒന്ന് കറക്കി എടുത്തിട്ട് കൊണ്ടുവന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ, ഞാൻ ഏകദേശം ഒരു 3/4 മാങ്ങയോളം എടുത്തിട്ടുള്ളൂ. ഇത് അതേ എടുക്കുന്നുള്ളൂ കേട്ടോ. ചെറിയ മാങ്ങയാണെങ്കിൽ മീഡിയം ടൈപ്പ്, നമ്മുടെ നോർമൽ മാങ്ങയാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. അതും പുളിക്ക് അനുസരിച്ച് മാത്രമാണ് കേട്ടോ. ഓവർ പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു 3/4 മാങ്ങയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, അങ്ങനെ മതിയാവും കേട്ടോ. അതൊന്ന് ബാലൻസ് ചെയ്യണം. അപ്പോൾ ഈ മാങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം. അങ്ങ് അരച്ചങ്ങ് പേസ്റ്റ് പോലെ അരയരുത്, എന്നാൽ അത്യാവശ്യം അരയും വേണം, ആ ഒരു പരുവം കേട്ടോ. ഫൈൻ പേസ്റ്റ് ആവരുത്. അപ്പോൾ ഞാൻ ഒന്ന് അടിച്ച് കൊണ്ടുവന്നിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അങ്ങ് ലൂസാക്കി അരച്ചെടുക്കരുത്, വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ അങ്ങ് ഫൈൻ പേസ്റ്റ് ആവരുത്, ഒരു എണ്ണ അറിയാൻ വേണം, ആ ഒരു പരുവം കേട്ടോ. തരിതരിപ്പ് ഉണ്ടാവണം, എന്നാൽ അങ്ങ് ഒരുപാട് പേസ്റ്റ് ആവുകയും ചെയ്യരുത്. അതുപോലെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം ഒരുപാട് ഒഴിക്കരുത്. ഇനി ആണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തൈരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം ഒരുപാട് ഒഴിക്കരുതെന്ന്. കാരണം തൈരും കൂടി ചേർക്കുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് ലൂസായി പോവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തൈര് ചേർക്കേണ്ടതുണ്ട്. തൈരും മാങ്ങയുടെ പുളിയും കൂടെ ആകുമ്പോഴും കൂടും. അതുകൊണ്ട് തൈരിന് അധികം പുളിയുള്ള തൈര് എടുക്കരുത്, ഓവർ പുളിയാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ചെറിയ പുളിയുള്ള തൈര് ആ രീതിയിൽ. എന്നാൽ തീരെ പുളിയില്ലാതായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ മാങ്ങയും ഓവർ പുളിയാവരുത്, അപ്പോഴാണ് ശരിക്കും ബാലൻസ് ആവുക. കുറച്ച് കറിവേപ്പില എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഞെരടി കൊടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ആ ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുണ്ട്, അതുകൊണ്ട് തന്നെ തൈര് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഓവർ പുളിയുള്ള തൈരല്ല, ഒരു ചെറിയ പുളി, അത്യാവശ്യം പുളി, നോർമൽ ഒരു തൈരിൻ്റെ പുളി ഉണ്ടല്ലോ, ആ ഒരു പുളിയേ ഉണ്ടാവുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് ചേർത്തിട്ട്. എന്നിട്ട് ആ ടേസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല കട്ട തൈര് തന്നെ ചേർക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അല്ലെങ്കിൽ അങ്ങ് ഒരുപാട് ലൂസായി പോവും. കുറേശ്ശെ ഒഴിച്ച് നമ്മുടെ പുളിയൊന്ന് ബാലൻസ് ചെയ്യുക. അത്യാവശ്യം തൈര് ഒഴിക്കണം കേട്ടോ. ഒരു 1/2 കപ്പോളമൊക്കെ തൈര് ഒഴിക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ.
എന്നാൽ അങ്ങ് ഒരുപാട് പുളി ആവുകയും ചെയ്യില്ല കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്താൽ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവും. തൈരിൽ എപ്പോഴും നമ്മൾ തൈര് ചേർക്കുമ്പോൾ ഒരു നുള്ളു പഞ്ചസാര ചേർത്താൽ പ്രത്യേക സ്വാദാണല്ലോ. അപ്പോൾ ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ചേർത്ത് കൊടുത്താൽ ആ തൈരിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവും. ഒരു പ്രത്യേക സ്വാദാണ്. ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇത്രയേ ഉള്ളൂ. ഇതിനകത്തൊരു ചെറിയ കൂട്ടുകൂടെ ഉള്ളൂ. ഇത് നമ്മൾ ചൂടാക്കി എടുക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ചു. പാൻ ചൂടാവുമ്പോഴേക്കും എണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. എണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഇതിനകത്തേക്ക് ഒരു 1-2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില വേണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇട്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇത് താളിച്ച് നമ്മുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്. ഒരു പാലക്കാടൻ റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ പച്ചമാങ്ങ അരച്ച് കലക്കിന്നാണ് കേട്ടോ ഇവിടെയൊക്കെ പറയുന്നത്. നമുക്ക് നെല്ലിക്ക വെച്ചിട്ടും ഒക്കെ ചെയ്യും കേട്ടോ. കുറേയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നെല്ലിക്കയുടെയൊക്കെ റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നോക്കട്ടെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ ചൂടാക്കി ഒന്നും ചെയ്യുന്നില്ല. മാങ്ങയും നമ്മുടെ തൈരും ചേർത്ത് അടിച്ചെടുക്കുക. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരു ഇത്തിരി കൂടി വേണമെങ്കിൽ ലൂസാക്കാം കേട്ടോ. പക്ഷേ അങ്ങ് ഒരുപാട് ലൂസാക്കരുത്, വെള്ളം പോലെ ആവരുത്. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ആവശ്യത്തിന് എരിവ്, നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം എരിവും പുളിയും എല്ലാം ചേർന്നൊരു റെസിപ്പിയാണ്. ഒരു നുള്ളു പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം, ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. തൈര് ചേർക്കുന്ന എല്ലാത്തിലും ഞാൻ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാനുണ്ട്. അത് പ്രത്യേക സ്വാദ് തന്നെയാണ്, ഓപ്ഷണലാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മാങ്ങയ്ക്ക് ഒരുപാട് പുളിയാവരുത്. ഒരു മീഡിയം പുളിയുള്ള മാങ്ങ എടുക്കുക. അതുപോലെ തന്നെ തൈരും ഓവർ പുളിയുള്ള തൈര് എടുക്കരുത്. ഒരു നോർമൽ നമ്മൾ സാധാരണ രീതിയിൽ എടുക്കുന്ന ഒരു പുളി ഉണ്ടല്ലോ തൈരിന്, അതെടുത്താൽ മതി. ചില തൈരിനങ്ങ് ഒരുപാട് പുളി ഉണ്ടാവും, അങ്ങനെ എടുത്താലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ നാടൻ റെസിപ്പിയാണ് കേട്ടോ. നല്ല തണുത്ത, ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ആ ഒരു തൈരും മാങ്ങയും പച്ചമാങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു തണുപ്പ് കറിയാണ്. അതായത് നമ്മുടെ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. മാങ്ങ അരച്ച് കലക്കി എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാം. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാതിരിക്കരുത് കേട്ടോ. 1-2 വീഡിയോസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. വീഡിയോസ് തുടർച്ചയായി കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ പച്ചമാങ്ങ റെസിപ്പീസ് ഇഷ്ടമുള്ളവർ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. Thank you friends. Thanks for watching.